നമസ്കാരം. പേജ് 3 അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എൻ്റെ പേര് സുഹൈൽ. നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ടോപ്പിക്കാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായും 3 ടേംസ് മാത്രമാണ് മൈൻഡിൽ വെക്കേണ്ടത്. പോസിറ്റീവ് ഡിഗ്രി എന്നും കമ്പാരിറ്റീവ് ഡിഗ്രി എന്നും സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, ബേസ് ഫോമാണെന്ന് പറഞ്ഞു. കമ്പാരിറ്റീവ് എന്ന് വെച്ചാൽ 2 എന്നാണ്. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എപ്പോഴും ഒരു ദാൻ ഉപയോഗിക്കണം, സൂപ്പർലേറ്റീവിൽ എപ്പോഴും ഒരു ദാ ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ കുറേ വേർഡ്സ് ആണ്. ആ വേർഡ്സ് ഏതിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്? ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാ? അഡ്ജക്റ്റീവ്, വിശേഷണ പദങ്ങളാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുകൂടി മറക്കാതെ പഠിക്കുക. ഓക്കെ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കുന്ന സമയത്ത് മൈൻഡിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇത്ര നേരം, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, റൂൾസ് ആൻഡ് പോയിന്റ്സ് ടു റിമെമ്പർ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ യൂസ് ചെയ്യുമ്പോൾ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു 5 കാര്യങ്ങൾ. ഇത് ഒരു ലോങ്ങർ സെൻറ്റൻസ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ, അതിൻ്റെ ഷോർട്ട് ഫോം പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തേത്, the first thing that you should remember about degrees of comparison is that they are used to compare adjectives and adverbs. ഇത്രയും പഠിച്ചാൽ മതി. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? They are used to compare adjectives and adverbs. നാമവിശേഷണം അല്ലെങ്കിൽ ക്രിയാവിശേഷണത്തെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ് എന്ത്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെയല്ലേ പഠിച്ച്, ഇപ്പോഴും അത് തന്നെയാണ് പഠിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് അതാണ്, മൈൻഡിലുണ്ടാവണം. ഓക്കെ, സെക്കൻഡ് വൺ, ദ പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഈസ് ദ ബേസ് ഫോം. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബേസ് ഫോമാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെ ബേസ് ഫോമാണ് പോസിറ്റീവ് ഡിഗ്രി. ആൻഡ് ഡസൻറ്റ് അലൗ എനി കമ്പാരിസൺ. ഒരു കമ്പാരിസണും സാധ്യമല്ല. ഏതുകൊണ്ട്? പോസിറ്റീവ് ഡിഗ്രി കൊണ്ട് ഒരു കമ്പാരിസണും സാധ്യമല്ല. കാരണം എന്താ? അത് ബേസ് ഫോമാണ്, അതുകൊണ്ട്. ഓക്കെ, തേർഡ് വൺ, the comparative degree of comparison is used to compare two nouns. ഇത് ബേസ് ഫോം ആണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റും. two nouns that possess or do not possess the same qualities. ഒരേ ഗുണമുള്ളതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയിട്ടുള്ള 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. It is mostly indicated by the addition of er to the end of the adjective. കൂടുതലായിട്ടും കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ വാക്കിൻ്റെ അവസാനം er കൂട്ടിച്ചേർക്കണം. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ടോൾ എന്ന വാക്ക് എന്തായി മാറും? ടോളർ ആയി മാറും. സ്മാർട്ട് എന്തായി മാറും? സ്മാർട്ടർ. അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്, നമ്മൾ പഠിക്കും. ക്ലവർ, ക്ലവറർ, അങ്ങനെ കുറേ വാക്കുണ്ട്. സ്മോൾ, സ്മോളർ, ബ്രൈറ്റ്, ബ്രൈറ്റർ എന്നൊക്കെ പറഞ്ഞ്, നൈസ്, നൈസർ, ഫൈൻ, ഫൈനർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാക്കുകളുണ്ട്. കൂടുതലും അവസാനം er കൂട്ടിച്ചേർക്കുന്നതായിരിക്കും. വേരിയേഷൻസ് ഉണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്, അതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും, അത് വേറെ കാര്യം. കൂടുതലായിട്ടും er ആയിരിക്കും ഒരു ബേസ് ഫോമിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ കമ്പാരിറ്റീവ് കിട്ടുന്നതിൽ നമുക്കുണ്ടാവുക. ഒരു ബേസ് ഫോമിൻ്റെ കൂടെ er കൂട്ടിച്ചേർക്കുമ്പോൾ കമ്പാരിറ്റീവ് ഫോം കിട്ടും എന്നുള്ളതാണ് 3ാമത്തെ പോയിന്റ്. എല്ലാ വാക്കിൻ്റെ കൂടി er കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഓക്കെ,
The comparative degree of comparison is always indicated by the addition of than after the comparative form of adjective. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. than കൂട്ടിച്ചേർക്കണം ഏതിൻ്റെ കൂടെ? കമ്പാരിറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ്. അതായത് ടോൾ എന്ന പദം ടോളർ ആവുമല്ലോ, ടോളറിന് ശേഷം than, ബ്രൈറ്ററിന് ശേഷം than, മോർ ബ്യൂട്ടിഫുളിന് ശേഷം than, സ്മാർട്ടർ than, സ്മോളർ than, ക്ലെവറർ than, എന്തോ ആയിക്കോട്ടെ, ഏത് പദമാണെങ്കിലും കമ്പാരിറ്റീവ് വാക്കിന് ശേഷം than ഉപയോഗിക്കാം. ഓക്കെ. The superlative degree of comparison is used to show which of the nouns possess the greatest or least of the quality or qualities. Superlative എന്തിനാണ് ഉപയോഗിക്കുന്നത്? കുറേ കാര്യങ്ങളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഏതിനാണ് ഏറ്റവും കുറച്ച് ക്വാളിറ്റി ഉള്ളത്. കൂടുതലാണെങ്കിലും കുറച്ചാണെങ്കിലും രണ്ടും കമ്പാരിസൺ ആണെന്ന് എന്ന് നമ്മൾ പറഞ്ഞു. അത് പറയാൻ വേണ്ടിയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ യൂസ് ഓഫ് ദി ആർട്ടിക്കിൾ ദ ബിഫോർ ദി അഡ്ജക്റ്റീവ് ആൻഡ് ദി അഡീഷൻ ഓഫ് est ടു ദി എൻഡ് ഓഫ് ദി അഡ്ജക്റ്റീവ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ദ ഉപയോഗിക്കണം. The best, the cleverest, the smartest, the finest, the saddest, the fastest, the most beautiful. ആ വാക്കുകൾക്ക് തൊട്ട് മുൻപിൽ ദാ ഉപയോഗിക്കണം. ഇവിടെ ദാൻ എന്നുള്ളത് ശേഷമാണ്. മോർ ബ്യൂട്ടിഫുൾ ദാൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയാണെങ്കിൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. നമ്മൾ ഇവിടെ പറഞ്ഞു ബേസ് ഫോമിൻ്റെ കൂടെ ER കൂട്ടിച്ചേർത്തിയാൽ കുറച്ചധികം വാക്കുകൾ നമുക്ക് കമ്പാരിറ്റീവ് കിട്ടും. എന്നതുപോലെ ER കൂട്ടിച്ചേർക്കുന്നിടത്തൊക്കെ നമുക്ക് EST കൂട്ടിച്ചേർത്താൽ സൂപ്പർലേറ്റീവ് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കിയാലോ. അതായത് ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ ടോൾ, ടോളർ. ഇവിടെ EST കൂട്ടിച്ചേർത്തു, ടോളസ്റ്റ്. സ്മാർട്ട്, സ്മാർട്ടസ്റ്റ്. ഫാസ്റ്റ്, fastest. Slow, slowest. Small, smallest. Nice, nicest. Fine, finest. കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായി മൈൻഡിലുണ്ടാവണം. എന്താണ്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മെയിൻലി അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വർബ്. പോസിറ്റീവ് ഡിഗ്രി കമ്പയർ ചെയ്യാനുള്ളതല്ല, അത് ബേസ് ആയിട്ട് വെക്കാനുള്ളതാണ്. ഇറ്റ് ഡസൻറ്റ് അലൗ എനി കമ്പാരിസൺ. പോസിറ്റീവ് ഡിഗ്രി കഴിഞ്ഞാൽ വരുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. കമ്പാരിറ്റീവ് ഡിഗ്രി ഈസ് യൂസ്ഡ് ടു കമ്പയർ 2 things, 2 places, 2 persons. And it also we have to keep in mind one thing, that we have to add than, and if we add ER to the base form we will get a comparative form. Superlative is the supreme quality one has or least quality one has. ഒരാൾക്കുള്ള ഏറ്റവും കൂടുതൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഏറ്റവും കുറവ് ക്വാളിറ്റി കാണിക്കാനാണ് സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുന്നത്. EST കൂട്ടിച്ചേർക്കണം. ആൻഡ് ഓൾസോ വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വി ഷുഡ് യൂസ് ദ ആസ് വെൽ. ദ കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി കറക്റ്റ് ആവുക. ഓക്കെ, നമ്മളിനി പരിശോധിക്കുന്നത് ലിസ്റ്റ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ER, EST ഒക്കെ കൂട്ടിച്ചേർത്താൽ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയൊക്കെ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. ചിലതിൽ മോർ, മോസ്റ്റ് ഒക്കെ ഉപയോഗിക്കണമെന്ന് പഠിച്ചു. ചിലതിൽ ERഉം ESTയും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, ചിലയിടത്ത് മോർ, മോസ്റ്റ് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് എക്സെപ്ഷൻസും ഉണ്ട്. അങ്ങനെ മൊത്തം ഒരു 6 ടൈപ്പിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ലിസ്റ്റാണുള്ളത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതൊന്ന് പരിചയപ്പെടുക. എങ്ങനെയൊക്കെയാണ് പോസിറ്റീവിൽ നിന്ന് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം മൈൻഡിൽ വയ്ക്കുക. ആദ്യത്തേത് ഡബ്ലിംഗ് എന്നുള്ളതാണ്. ഡബ്ലിംഗ്, ഡബിൾ ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നുകൂടി ചേർക്കുക.
ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു പോസിറ്റീവ്, ആ പോസിറ്റീവിൽ നിന്ന് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും കിട്ടാൻ ഡബിൾ ചെയ്യുക. എക്സാമ്പിൾ നോക്കിക്കോളി. ബിഗ് എന്ന വാക്ക് കമ്പാരിറ്റീവ് ആവാൻ ഒരു ജി കൂടി കൂട്ടിച്ചേർത്തു, ഇവിടെയും ഒരു ജി കൂട്ടിച്ചേർത്തു. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ബിഗ് വലിയ, ബിഗ്ഗർ കൂടുതൽ വലിയ, ബിഗ്ഗസ്റ്റ് ഏറ്റവും വലിയ. അപ്പോൾ ജി എന്നതിനെ നമ്മൾ ഡബിൾ ചെയ്തു. ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. സെക്കൻഡ് വൺ, ഡിം മങ്ങിയ, ഡിമ്മർ കൂടുതൽ മങ്ങിയ, ഡിമ്മസ്റ്റ് ഏറ്റവും മങ്ങിയ. അപ്പൊ ഡിം എന്നതിനെ നമ്മൾ ഡബിൾ ചെയ്തു, 2 എം ആക്കി. ഓക്കെ, ഡിം, ഡിമ്മർ, ഡിമ്മസ്റ്റ്. ഫാറ്റ് തടിച്ച, കൊഴുത്ത, ഫാറ്റ് ഡബിൾ ആക്കി, ഫാറ്റസ്റ്റ് ഡബിൾ ആക്കി. ഹോട്ട് ചൂടുള്ള, ഹോട്ട് ഡബിൾ ആക്കി, ഹോട്ടസ്റ്റ് ഏറ്റവും ചൂടുള്ള. ഹോട്ട് ചൂടുള്ള, ഹോട്ട് കൂടുതൽ ചൂടുള്ള, ഹോട്ടസ്റ്റ് ഏറ്റവും ചൂടുള്ള. നമുക്ക് വേണമെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥയെ ഹോട്ട് എന്ന പദം കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള 3 സാധനങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള 3 സ്ഥലങ്ങളെ, ചൂടുള്ള സ്ഥലങ്ങളെ നമുക്ക് ഹോട്ട് വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, റെഡ് ചുവന്ന, റെഡ് കൂടുതൽ ചുവന്ന, റെഡസ്റ്റ് ഏറ്റവും ചുവന്ന. അപ്പം നമ്മുടെ കയ്യിലൊരു 3 ചുവന്ന ഡ്രസ്സ് ഉണ്ടെങ്കിൽ റെഡ് എന്ന പദം കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ സൂര്യൻ്റെ ഓരോ പ്രതിഭാസങ്ങളെ റെഡ് വെച്ച് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സാഡ് ദുഃഖമുള്ള, സാഡർ കൂടുതൽ ദുഃഖമുള്ള, സാഡസ്റ്റ് ഏറ്റവും ദുഃഖമുള്ള. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ ഡബിൾ ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, സ്മോൾ ചെറിയ, സ്മോളർ കൂടുതൽ ചെറുത്, സ്മോളസ്റ്റ് ഏറ്റവും ചെറുത്. നമ്മൾ ഒരു റൂള് തന്നെ പഠിച്ചു, ER-EST ചേർത്തിയാൽ കിട്ടും. കമ്പാരിറ്റീവും പോസിറ്റീവും സൂപ്പർലേറ്റീവും കിട്ടാൻ ER-EST ചേർത്താൽ മതി. എങ്കിൽ കൂടി ഒരു റൂൾ എന്ന രൂപത്തിൽ പഠിക്കുമ്പോൾ ഡബിളിംഗ് എന്ന റൂൾ വരുന്നു, ഒരു ലെറ്റർ ഡബിളായി മാറുന്നു, എന്നിട്ടാണ് ER-EST വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സെപ്പറേറ്റ് റൂളായിട്ട് നമ്മൾ പഠിക്കണം. ചില വാക്കുകൾ ഡബിളായി മാറുന്നു. ഓക്കെ, തിൻ, തിന്ന്, തിന്നസ്റ്റ് കട്ടി കുറഞ്ഞ, നേർത്ത, മൃദുലമായ, ഒരുപാട് അർത്ഥമുണ്ട് തിൻ എന്ന വാക്കിന് അല്ലേ. അത് കമ്പാരിറ്റീവില് തിൻ, മോർ തിൻ എന്ന് പറയരുത്, തിന്നർ എന്നാണ് തിന്നസ്റ്റ്. ഓക്കെ, മോർ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടടുത്ത് മാത്രമേ മോർ എന്ന് വെക്കാൻ പറ്റുള്ളൂ. എല്ലായിടത്തും കൂടി മോർ എന്ന് വെക്കരുത്. ഇതിൽ തന്നെ ഒരു മോർ ഉള്ളത് ബിഗ്ഗർ എന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം മോർ ബിഗ് എന്നുള്ളതാണ്. അതാണ് ബിഗ്ഗർ. പിന്നെ മോർ ബിഗ്ഗർ എന്ന് പറയരുത്. പിന്നെ ബിഗ്ഗസ്റ്റ്, മോസ്റ്റ് ബിഗ്ഗസ്റ്റ് എന്ന് പറയരുത്. ബിഗ്ഗസ്റ്റിൽ തന്നെ ഒരു മോസ്റ്റ് ഉണ്ട്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ ഫോം ഇതുപോലെ തന്നെ ഉപയോഗിക്കുക. ഇതിന് മുമ്പിലൊന്നും പോയി മോറും മോസ്റ്റ് ഒന്നും എഴുതി വെക്കരുത്. ക്ലിയർ? ഇത് ഇതേപോലെ പഠിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ റൂൾ എന്തായിരുന്നു? ഡബിൾ ചെയ്തു. രണ്ടാമത്തേത് ആഡിങ് ER-EST. ഇതിൽ മറ്റൊരു കാര്യമില്ല. ഡബിളോ ഒന്നും ചെയ്യണ്ട, മൈനസോ ഒന്നും ചെയ്യണ്ട, ER-EST മാത്രം കൂട്ടിച്ചേർത്താൽ മതി. ബ്രൈറ്റ്, അത് കമ്പാരിറ്റീവിൽ ബ്രൈറ്റർ, ER കൂട്ടിച്ചേർത്തു, ബ്രൈറ്റസ്റ്റ്. ബ്രൈറ്റ് തെളിച്ചമുള്ള, ശോഭയുള്ള, കൂടുതൽ ശോഭയുള്ള, ഏറ്റവും ശോഭയുള്ള, ബ്രൈറ്റ്, ബ്രൈറ്റർ, ബ്രൈറ്റസ്റ്റ്. ഷോർട്ട് ചെറിയ, ഷോർട്ടർ, ഷോർട്ടസ്റ്റ് കൂടുതൽ ചെറുത്, ഏറ്റവും ചെറുത്. വീക്ക് ദുർബലമായ, വീക്ക് കൂടുതൽ, വീക്കസ്റ്റ് ഏറ്റവും ദുർബലമായ, ശോഷിച്ച. ലോങ് നീളമുള്ള, ലോങ്ങർ കൂടുതൽ നീളമുള്ള, ലോങ്സ്റ്റ് ഏറ്റവും നീളമുള്ള. We can just compare 3 rivers in India or Kerala using long.
ഇന്ത്യയിലോ കേരളത്തിലെയോ 3 നദികളെയൊക്കെ ലോങ് വെച്ചുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്. നമ്മുടെ ക്ലാസ്സിലുള്ള 3 വിദ്യാർത്ഥികളെ സ്മാർട്ട് എന്ന വാക്കുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കൂൾ, കൂളർ, കൂളസ്റ്റ്. EREST. തണുത്ത, കൂടുതൽ തണുത്ത, ഏറ്റവും തണുത്ത. കൂൾ, കൂളർ, കൂളസ്റ്റ്. ഡാർക്ക്, ഇരുട്ടുള്ള, ഇരുണ്ട. ഡാർക്കർ, ഡാർക്കസ്റ്റ്. കൂടുതൽ ഇരുണ്ട, ഏറ്റവും ഇരുണ്ട. ക്ലിയർ. ബോൾഡ്, ചങ്കൂറ്റമുള്ള, ധൈര്യമുള്ള. ബോൾഡ്, ബോൾഡസ്റ്റ്. കൂടുതൽ ധൈര്യമുള്ള, കൂടുതൽ ചങ്കൂറ്റമുള്ള. ബോൾഡസ്റ്റ്, ഏറ്റവും ചങ്കൂറ്റമുള്ള, ഏറ്റവും ധൈര്യമുള്ള. ക്ലവർ, സൂത്രശാലിയായ. നമുക്ക് 3 മൃഗങ്ങളെയൊക്കെ ക്ലവർ വെച്ചുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും അല്ലേ? ക്ലവർ, ക്ലവറസ്റ്റ്. എപ്പോഴും ക്ലവറസ്റ്റ് ഫോക്സ് ആയിരിക്കും അല്ലേ? ഏറ്റവും സൂത്രശാലിയായ. ഫാസ്റ്റ്, വേഗമുള്ള, വേഗത്തിലുള്ള. ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. 3 ആനിമൽസിനെ നമുക്ക് ഫാസ്റ്റ് വെച്ച് ഉപയോഗിക്കാം. ഫാസ്റ്റസ്റ്റ് ചീറ്റ. ഇപ്പോൾ റണ്ണേഴ്സിനെ ആണെങ്കിൽ ഉസൈൻ ബോൾട്ട്, ഫാസ്റ്റസ്റ്റ്, അങ്ങനെയൊക്കെ പറയാം, നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ. ക്ലിയർ. അപ്പോൾ രണ്ടാമത്തെ റൂൾ എന്താ? ജസ്റ്റ് EREST മാത്രം കൂട്ടിച്ചേർത്താൽ മതി, നമുക്ക് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും കിട്ടും. തേർഡ് വൺ, ആഡിങ് RST. ERഉം EST ഒന്നും വേണ്ട, കാരണം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ Rഉം STയും മാത്രം കൂട്ടിച്ചേർത്താൽ മതി. അതാണ് 3ാമത്തെ റൂള്. ഇവിടെ നോക്ക്, ഇവിടെ ഇല്ല, അപ്പോൾ ER, EST. അടുത്ത റൂളില് ഇവിടെ ഉണ്ട്, അപ്പോൾ Rഉം STയും മാത്രം മതി. ക്ലിയർ. ലാർജ്, ലാർജർ, ലാർജസ്റ്റ്. ക്ലോസ്, അടുത്ത. ക്ലോസ്, കൂടുതൽ അടുത്ത. ക്ലോസസ്റ്റ്, ഏറ്റവും അടുത്ത. ഹംബിൾ, വിനയമുള്ള. ഹംബ്ലർ, ഹംബ്ലസ്റ്റ്. ഹി ഈസ് ദ ഹംബ്ലസ്റ്റ് പേഴ്സൺ ഇൻ മൈ ഫാമിലി. എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഹംബ്ലസ്റ്റ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹമാണ്. ഓക്കെ. സിമ്പിൾ, സിമ്പിൾ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള, സാധാരണമുള്ള, ഒരുപാട് അർത്ഥമുണ്ട്. സിംപ്ലർ, simplest. English was the simplest exam for me. ഇംഗ്ലീഷ് ആയിരുന്നു എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷ. അത് നമുക്ക് പറയില്ലേ, ഇങ്ങനെയാണ് പറയാം കേട്ടോ. ഫൈൻ, നല്ല. ഫൈനർ, ഫൈനസ്റ്റ്. ബ്രേവ്, ധൈര്യമുള്ള, ചങ്കൂറ്റമുള്ള. ബ്രേവർ, ബ്രേവസ്റ്റ്. ആറും ടിയും മാത്രം STയും മാത്രം കൂട്ടിച്ചേർത്താൽ മതി. നൈസ്, നല്ല. നൈസർ, കൂടുതൽ നല്ല. നൈസസ്റ്റ്, ഏറ്റവും നല്ല. അപ്പം എന്താ പഠിച്ചേ? ഒരു റൂൾ എന്താ? ചില വാക്കുകൾ കൊണ്ട് അവസാനിക്കും. Some words end with E. If you find out that, you just need to add R and ST only. Okay. Next one. Adding IER and IEST to adjectives ending in Y. ഒരു വാക്ക് വൈയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് കമ്പാരിറ്റീവ് കിട്ടാൻ IER, സൂപ്പർലേറ്റീവ് കിട്ടാൻ IEST. ശരിയാണോ എന്ന് നോക്കാം. ഫണി, ഫണി എന്നത് ഒരു അഡ്ജക്റ്റീവാണ്. അതിനെ കമ്പാരിറ്റീവ് ആക്കുമ്പോൾ Y മാറ്റിക്കൊണ്ട് IER ആക്കി, Y മാറ്റിക്കൊണ്ട് IEST ആക്കി. ഫണി, മോർ ഫണി എന്ന് പറയരുത്. ഫണിയർ, ഫണിയസ്റ്റ്. മോർ ഫണി, മോസ്റ്റ് ഫണി പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ശരിയാണെന്ന് തോന്നും. തെറ്റാണ്. ഓപ്ഷനിൽ ഫണിയർ എന്നുണ്ടാവും, മോർ ഫണി എന്നുണ്ടാവും. അപ്പോൾ ഫണിയർ എന്ന് തന്നെ പഠിക്കണം, തെറ്റിക്കരുത്. ഓക്കെ, തെറ്റിക്കാനുള്ള ഒരു ചാൻസസ് കുറേ ഉള്ള ഒരു ടോപ്പിക്കാണിത്. നിർബന്ധമായിട്ടും വൊക്കാബുലറി മൈൻഡിലുണ്ടാവണം, ഈ കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ടാവണം. ക്ലിയർ. ഹാപ്പി, സന്തോഷമുള്ള. ഹാപ്പിയർ, മോർ ഹാപ്പി എന്നുള്ളതാണ്. ഹാപ്പിയർ, മോർ ഹാപ്പി എന്നൊരു വാക്കില്ല. ഓക്കെ, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്.
ഡ്രൈ, ഡ്രയർ, ഡ്രൈസ്റ്റ്, വരണ്ട എന്നുള്ള അർത്ഥം. കൂടുതൽ, ഏറ്റവും കൂടുതൽ. ലേസി, മടിയനായ. കൂടുതൽ, ലേസിയർ, ലേസിയസ്റ്റ്. ഈസി, എളുപ്പമുള്ള. ഈസിയർ, കൂടുതൽ എളുപ്പമുള്ള. ഈസിയസ്റ്റ്, ഏറ്റവും എളുപ്പമുള്ള. ഹെവി, വലിയ. ഹെവിയർ, ഹെവിയസ്റ്റ്, വലിയ, ഭാരമുള്ള. ഒരുപാട് അർത്ഥമുണ്ട്. വെൽത്തി, ധനമുള്ള, ധനാഢ്യനായ. ഹെൽത്തി, വെൽത്തിയർ, വെൽത്തിയസ്റ്റ്, കൂടുതൽ, ഏറ്റവും കൂടുതൽ. ഹെൽത്തി, ആരോഗ്യമുള്ള. ഹെൽത്തിയർ, ഹെൽത്തിയസ്റ്റ്. ഈസി അല്ലേ? അപ്പോൾ എന്താ റൂള്? ചില വാക്കുകൾ വൈ കൊണ്ട് അവസാനിക്കുന്നത് കണ്ടാൽ ആ വൈ മാറ്റിക്കൊണ്ട് IER എഴുതാനും IEST എഴുതാനും അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ ചില വാക്കുകൾ കമ്പാരിറ്റീവ് ആവുന്നത് വൈ മാറ്റിക്കൊണ്ട് IER ആണ്, വൈ മാറ്റിക്കൊണ്ട് IEST ആണ്. ഈസി അല്ലേ? നെക്സ്റ്റ് വൺ, ആഡിങ് മോർ ആൻഡ് മോസ്റ്റ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ചില വാക്കുകൾ ERO ESTO അല്ല, IERO IESTO അല്ല, RO STO ഒന്നുമല്ല. എന്താണ്? ചില വാക്കുകൾ മോർ മോസ്റ്റ് ആണ്. കാരണം ആ വാക്കുകളുടെ കൂടെ ERO EST കൂട്ടിച്ചേർത്താൽ ശരിയാവില്ല. കംഫർട്ടബിൾ എന്ന പദത്തിന്റെ കൂടെ കംഫർട്ടബിളർ എന്നൊന്നും ആരും പറയില്ല, കംഫർട്ടബിളസ്റ്റ് എന്നൊന്നും ആരും പറയില്ല. കാര്യം മനസ്സിലായോ? അപ്പൊ അത്തരം പദങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട രണ്ട് വാക്കുകൾ ഏതാ? മോർ ആൻഡ് മോസ്റ്റ്. കംഫർട്ടബിൾ, മോർ കംഫർട്ടബിൾ, മോസ്റ്റ് കംഫർട്ടബിൾ. നിർബന്ധമാണ്, നിർബന്ധമായും പഠിക്കണം. കംഫർട്ടബിൾ, മോർ കംഫർട്ടബിൾ, മോസ്റ്റ് കംഫർട്ടബിൾ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുള്ളർ, ബ്യൂട്ടിഫുള്ളസ്റ്റ്. പറയോ? പറയില്ല. മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അട്രാക്റ്റീവ്, മോർ അട്രാക്റ്റീവ്, most attractive. Important, more important, most important. Courageous, more courageous, most courageous. Wonderful, more wonderful, most wonderful. വേറെ രൂപത്തിൽ പറഞ്ഞാല് ലോങ് വേർഡ്സിന്റെ കൂടെ മോർ മോസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഈ കാണുന്ന വാക്കുകളൊക്കെ കുറച്ച് ലോങ്ങാണ്. മറ്റേ വാക്കുകളെ വെച്ച് അപേക്ഷിച്ചാൽ, ഈ വാക്കുകളെയൊക്കെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഇന്ന് ഈ അവസാനം പഠിച്ചിട്ടുള്ള ഈ ടൈപ്പ് സാധനം കുറച്ച് ലോങ് വേർഡ്സ് ആണ്. ലോങ് വേർഡ്സിൻ്റെ കൂടെ എപ്പോഴും മോർ മോസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ലോങ് വേർഡ്സിൻ്റെ കൂടെ മോർ മോസ്റ്റ്. ഓക്കെ, ഇത് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു 5-6 വാക്കുകൾ എഴുതി എന്നേ ഉള്ളൂ. വെൻ യു ഗെറ്റ് ഫ്രീ ടൈം യു ജസ്റ്റ് ഗൂഗിൾ ലിസ്റ്റ് ഓഫ് വേർഡ്സ്, ലിസ്റ്റ് ഓഫ് അഡ്ജക്റ്റീവ്സ് വിത്ത് മോർ മോസ്റ്റ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ ബാക്കി ലിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. ഓക്കെ, ലാസ്റ്റ് ടൈപ്പ്, ഇറഗുലർ അഡ്ജക്റ്റീവ്സ്. ഇറഗുലർ അഡ്ജക്റ്റീവ്സ്. ഇറഗുലർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? റെഗുലർ അല്ലാത്തത്, നേരായിട്ടുള്ള ഒരു പാറ്റേൺ അല്ലാത്തത്, തോന്നിയ പോലെയുള്ളത് എന്നുള്ളതാണ് ഇറഗുലർ. അവൻ ക്ലാസ്സിൽ ഇറഗുലർ ആണ്, റെഗുലർ ആയിട്ട് വരാറില്ല എന്ന് വെച്ചാൽ ഒരു ക്രമത്തിൽ വരാറില്ല, തോന്നിയപ്പോഴൊക്കെ വരുന്ന പറയാറില്ലേ? എന്നതുപോലെ ചില അഡ്ജക്റ്റീവ്സ് തോന്നിയതുപോലെ വരും, ഒരു റെഗുലർ ക്രമമില്ല എന്ന് വെച്ചാൽ നിർബന്ധമായും 3 പഠിക്കണം എന്നർത്ഥം. കാരണം പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ കമ്പാരിറ്റീവ് ഇതാണെന്നും അതിൻ്റെ സൂപ്പർലേറ്റീവ് അതാണെന്നും എക്സാമിന് ചോദിച്ചാൽ നമുക്കറിയുള്ളൂ. ക്ലിയർ? അപ്പോൾ ചില വാക്കുകൾ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഡിഫറൻ്റ് ആയിരിക്കും. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഗുഡ്, നല്ല. ഇവിടെ മോർ ഗുഡ് എന്നോ ഗുഡർ എന്നോ അല്ല, ബെറ്റർ എന്നാണ്. ഗുഡ് എന്നതിൻ്റെ കമ്പാരിറ്റീവ് ഫോം ബെറ്റർ ആണ്. സൂപ്പർലേറ്റീവ് ബെസ്റ്റ് എന്നാണ്. ഞാൻ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ പോലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ലൈഫിൽ ഉപയോഗിക്കുന്ന, എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ബെസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല, അല്ലേ?
ബെറ്റർ ബെസ്റ്റ്. ഗുഡ് നല്ല, ബെറ്റർ കൂടുതൽ നല്ലത്, ബെസ്റ്റ് ഏറ്റവും നല്ലത്, ബാഡ് മോശം. ബാഡർന്നോ മോർ ബാഡെന്നോ അല്ല, വേഴ്സ്. പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ട് വാട്ട് ഈസ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ബാഡ് എന്തെഴുതും? വേഴ്സ്. വേഴ്സ്റ്റ് ഏറ്റവും വേഴ്സ്റ്റ് ആണ്. നമ്മൾ ചില കുട്ടികളൊക്കെ പറയാറുണ്ട് നീ എന്തൊരു വേഴ്സ്റ്റ് ആണ്, അതൊന്നും പറയരുത്, പക്ഷെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏറ്റവും മോശമായ. ഫാർ. ഫാർ എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് കമ്പാരിറ്റീവും രണ്ട് സൂപ്പർലേറ്റീവും ഉണ്ട്. അർത്ഥം ഏകദേശം ഒരുപോലെ ദൂരത്തിനെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ് ഫാർ, നമുക്കറിയാം. അത് ഫെർദർ എന്നും വരും, ഫാർദർ എന്നും വരും. ഫെർദർ എന്ന് വരുമ്പോൾ ഫെർദസ്റ്റ് എന്നും, ഫാർദർ എന്ന് പറയുമ്പോൾ ഫാർദസ്റ്റ് എന്നുമാണ്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഫാർ ഹാസ് two comparative and two superlative. First one further, it becomes furthest. Second one farther, it goes to farthest. Okay ആണോ? late എന്ന പദവും രണ്ട് രൂപത്തിൽ വരും, രണ്ട് ഡിഫറെന്റ് മീനിങ് ആണ് കേട്ടോ. ലേറ്റ് അത് സമയത്തിനെ സൂചിപ്പിക്കുമ്പോൾ ലേറ്റ്, ലേറ്റസ്റ്റ് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ്. അത് ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ലാറ്റർ. ഇത് ലേറ്റർ എന്ന് വായിക്കരുത്, ഇത് ലാറ്റർ, ലാസ്റ്റ്. ഓക്കെ, ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ്, ലേറ്റ്, ലാറ്റർ, ലാസ്റ്റ്. ഓക്കെ, നിർബന്ധമായി പഠിക്കണം കേട്ടോ. മച്ച്, മോർ, മോസ്റ്റ്. മച്ച് കൂടുതൽ, മോർ പിന്നെയും കൂടുതൽ, മോസ്റ്റ് ഏറ്റവും കൂടുതൽ. ലിറ്റിൽ കുറച്ച്, ലെസ് പിന്നെയും കുറച്ച്, ലീസ്റ്റ് ഒന്നുമില്ല. മെനി കൂടുതൽ, മോർ, മോസ്റ്റ്. അപ്പോൾ മച്ചും മെനിയും കമ്പാരിറ്റീവ് ഫോമിൽ സെയിം ആണ്. മോർ, മോർ, മോസ്റ്റ്, മോസ്റ്റ്. ഓക്കെ, മച്ച്, മോർ, മോസ്റ്റ്, മെനി, മോർ, മോസ്റ്റ്. ഓക്കെ, നിർബന്ധമായിട്ടും ആ കാര്യങ്ങൾ പഠിക്കുക. കുറച്ചുകൂടി ഒരു നല്ലൊരു കാര്യം രൂപത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു 6 ടൈപ്പിൽ ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് എന്ന് പറയാനുള്ളത് ഈ അവസാനം പഠിച്ച ഒരു കാറ്റഗറി ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. ക്ലിയർ? ലാസ്റ്റ് വൺ, ഓൾഡ്. അത് ഓൾഡർ എന്നും ഓൾഡസ്റ്റ് എന്നും വരാം, എൽഡർ എന്നും എൽഡസ്റ്റ് എന്നും വരാം. സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരും, എടാ ഇത് എങ്ങനെയത് ഉപയോഗിക്കുക? സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ എക്സാമിന് വന്നാൽ ഇപ്പോൾ ഏതാ ഇപ്പോൾ ഓൾഡർ, ഏതാണ് ഇപ്പോൾ എൽഡർ? അപ്പോൾ രണ്ടും എഴുതി വെച്ചാൽ രണ്ടും എഴുതി വെക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചു, അത് ശരിയായിക്കൊള്ള നിർബന്ധമില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? ഒരു ഡൗട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൾഡ് എന്ന വാക്കിന് രണ്ട് കമ്പാരിറ്റീവും രണ്ട് സൂപ്പർലേറ്റീവ് ഉണ്ട് എന്ന് ആദ്യം പഠിക്കുക. ഓൾഡ് ഓൾഡറും ഓൾഡസ്റ്റും ആവുന്നു, ഓൾഡ് എൽഡറും എൽഡസ്റ്റും ആവുന്നു. നിങ്ങൾ കുടുംബത്തിലുള്ള ആരെയെങ്കിലും കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ എൽഡർ എന്ന് ഉപയോഗിക്കുക, അതുപോലെ എൽഡസ്റ്റും ഉപയോഗിക്കുക. നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യാൻ, അതായത് എൻ്റെ ബ്രദർക്ക് എന്നെക്കാളും പൊക്കമുണ്ട്, എൻ്റെ ബ്രദർക്ക് എന്നെക്കാളും 5 വയസ്സ് കൂടുതലാണ്, എന്നെക്കാളും ശക്തിയുണ്ട്, എൻ്റെ അച്ഛൻ അമ്മയെക്കാളും സ്മാർട്ടറാണ്. ഇതൊക്കെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതുപോലെ ഇത് ഞാൻ കുറച്ച് പൊതുവായിട്ടുള്ള ക്വാളിറ്റീസ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് വയസ്സിൻ്റെ മാത്രമാണ്, ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. ഈ ഓൾഡ് എന്നുള്ളത് വയസ്സിൻ്റെ മാത്രമാണ്. എൻ്റെ അച്ഛൻ അമ്മയെക്കാളും ഇത്ര വയസ്സ് കൂടുതലാണ്, എൻ്റെ അമ്മ എൻ്റെ അച്ഛനേക്കാളും ഇത്ര വയസ്സ് കുറവാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രദറിനേക്കാളും ഇത്ര വയസ്സ് കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എൽഡർ, എൽഡസ്റ്റ്. വയസ്സുമായി ബന്ധപ്പെട്ടതാണ് ഓൾഡ് എന്ന് നമുക്കറിയാം. അത് കുടുംബവുമായി കമ്പയർ ചെയ്യുമ്പോൾ എൽഡർ, എൽഡസ്റ്റ്.
കുടുംബത്തിന് പുറത്താണെങ്കിൽ ഓൾഡർ ഓൾഡസ്റ്റ്. അല്ലെങ്കിൽ തന്നെ എൽഡർ എൽഡസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കുടുംബവുമായിട്ടൊരു ഓർമ്മ വരും. അവൻ്റെ എൽഡർ ബ്രദറാണ്, എൻ്റെ കുടുംബത്തിലെ എൽഡസ്റ്റ് ആണ് അയാൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഓൾഡിൽ എൽഡറും എൽഡസ്റ്റും വരുമ്പോൾ നമ്മുടെ കുടുംബമാണ്. ഓൾഡറും ഓൾഡസ്റ്റും ഔട്ട് ഓഫ് ഫാമിലി, കുടുംബത്തിന് പുറത്താണ്. ഇടയിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. ഓക്കെ, സോ കൈൻഡ്ലി കീപ്പ് ഇൻ മൈൻഡ് വൺ തിങ് ദാറ്റ് ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ there are 6 types of vocabularies coming under degrees of comparison. You have to keep in mind all these, and while using it you should be very vigilant where to use EREST, where to use moremost, and where to use irregular vocabulary. ഇത്തരം കാര്യങ്ങൾ മൈൻഡിലുണ്ടെങ്കിലാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇതിനൊരു 2 പാർട്ട് കൂടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത പാർട്ടിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾസ് ചെയ്യും. അതിൻ്റെ അവസാനത്തെ പാർട്ടിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുക. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ 2ാമത്തെ ടോപ്പിക്, 2ാമത്തെ പാർട്ട് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.